ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, ഞാനൊരു ഇൻഫർമേഷൻ തരാനാണ് വിളിച്ചത്. പറഞ്ഞോളൂ. കോളേജുകളിലും മറ്റും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് എക്സ് എന്നൊരാളാണ്. ഐഡിയുടെ പുറകെ വാലാട്ടി നടക്കുന്നവൻ ആ വഴിക്ക് നടന്നാ മതി, എന്നെ ഭരിക്കാൻ വരണ്ട. സോറി സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. താൻ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട, സ്ഥലം വിടാൻ നോക്ക്. ഈ കേസിനെ ആര് പറഞ്ഞാലും ഞാൻ വിടുന്നില്ല. കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെങ്കിൽ എടുത്തോ. എന്തിനാ സാറേ വെറുതെ വാശി? പാലക്കാട്ടെ സീതാ മർഡർ കേസ് ഇപ്പൊ ക്രൈംബ്രാഞ്ച് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അന്ന് സാറവിടെ സി ആയിരുന്നപ്പോ ഈ കേസ് എങ്ങനെ ഒതുക്കി തീർത്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ പ്രതിക്കൊപ്പം സാറും കൊടുന്നു. അത് വേണോ സാറേ? അല്ല സാറേ, ഞാനിപ്പോ പറഞ്ഞിട്ടുമില്ല, സാർ ഇത് കേട്ടിട്ടുമില്ല. എന്നാ പിന്നെ ഞാൻ അവരെ കൊണ്ടുപോയിക്കോട്ടെ. സന്തോഷേ സർ, എന്താ സാർ? ആ പയ്യന്മാരെ കുട്ടമ്പിള്ളയുടെ കൂടെ ഇറക്കി വിട്ടേക്ക്. ആ ശരി സാർ. അപ്പൊ ഓക്കെ സാർ. ഓരോരോ മാരണങ്ങളും. എടാ എടാ ഇറങ്ങി 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 വാടാ ഇങ്ങോട്ട്. എന്തു പറഞ്ഞു സി? വാ, അതൊക്കെ ഡീലാക്കി. ഞാൻ ജോർജ് സാറിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തിന്? ഇതൊക്കെ ചീള കേസല്ലേ, ഇതെന്റെ നിൽക്കും. ഒന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടാ പോരെ. അബി, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞു പോവാം. ഞങ്ങള് തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്കില്ല ആവർത്തിക്കില്ല. സന്തോഷാ, കാണാം. ആ ശരി ശരി സാർ. ആ വാ 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 വാ, വീണ്ടും അവിടെ കയറി നിൽക്കുന്നു. ഇങ്ങോട്ട് വാടാ. ചെറിയച്ച, എന്താ മോളെ? ഇൻവിറ്റേഷൻ കാർഡിന്റെ കുറച്ച് ഡിസൈൻസ് അവർ അയച്ചു തന്നിട്ടുണ്ട്. നോക്കിക്കേ ഏതാ ഇഷ്ടായെന്ന്. നോക്കട്ടെ. ദേ ഇതൊക്കെ ദാ കണ്ടോ? ഇത് നോക്കിയേ, കൊള്ളാല്ലേ? ഈ ഡിസൈൻ കൊള്ളാൻ തോന്നുന്നു. ഇതെങ്ങനെയുണ്ട്? ഭയങ്കര സിമ്പിൾ ആയിപ്പോയല്ലേ? ഇതിങ്ങനെ കണ്ട ഒന്നും മനസ്സിലാവില്ലല്ലോ. മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറയായിരുന്നില്ലേ? എന്ത് കാണിക്കാൻ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പൃഥ്വിയോടുകൂടി ചോദിച്ചിട്ട് മോക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇതിൽ നോക്കി സെലക്ട് ചെയ്താൽ മതി. ആ, ഞാൻ ഏതായാലും നേരിട്ട് അവിടെ ഒന്ന് പോകുന്നുണ്ട്. കാർഡിന്റെ ഡിസൈൻ എടുത്ത ശേഷം അഷിതയുടെ വീട്ടിൽ കൂടെ ഒന്ന് കേറുന്നുണ്ട്. ആ, അഷിതയുടെ ഇഷ്ടം കൂടെ ഒന്ന് നോക്കണമല്ലോ. എന്തിന്? അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഇത് നമ്മുടെ സൈഡിൽ നിന്നുള്ള കാർഡല്ലേ, അതിന് അവരുടെ അഭിപ്രായം എന്തിനാ? അവരുടെ ഇഷ്ടത്തിന് അവര് കാർഡ് ചെയ്യട്ടെ. അതോ വിവാഹത്തിന്റെ എല്ലാ ചെലവും നമ്മളാ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവര് കാർഡ് പോലും അടിക്കുന്നില്ലേ? അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും സെപ്പറേറ്റ് ഇൻവിറ്റേഷൻസ് എന്തിനാ ചെറിയമ്മേ? രണ്ടു കൂട്ടർക്കും കൂടി ഇഷ്ടമാവുന്നൊരു കോമൺ കാർഡ് തയ്യാറാക്കിയ പോരെ? അത് മതി മോളെ, നീ അതൊക്കെ അതിന്റേതായ രീതിയിൽ നോക്കി ചെയ്താൽ മതി. ഇതിലും ഭേദം അവൻ അനാഥാലയത്തിൽ നിന്നും വല്ല അനാഥ പെണ്ണിനെയും കെട്ടുന്നതായിരുന്നു. എന്റെ മോന്റെ ഒരു വിധി. ചെറിയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്ക് വേണ്ടത് നല്ലൊരു പെൺകുട്ടിയല്ലേ? ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. എന്തെങ്കിലും കുറ്റം കാണുക എന്നുള്ളതല്ലാതെ നല്ലതൊന്നും എന്റെ ഭാര്യയുടെ വായിന്ന് വരത്തില്ല. ദേ, എത്രയും പെട്ടെന്ന് കാർഡ് റെഡിയാക്കി ആളുകളെ വിളിച്ചു തുടങ്ങണം. നമുക്ക് വേഗം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. സത്യത്തിൽ ബന്ധുക്കളുടെ മുന്നിൽ എങ്ങനെ പോകുന്ന ഞാൻ ഓർക്കുന്നത്. അത്രയ്ക്ക് നാണക്കേടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ചാനലിന്റെ ഇഷ്യൂ ആണോ നീ പറയുന്നേ? പിന്നല്ലാതെ കളിയാക്കുന്ന രീതിയിലാ പലരും എന്നോട് സംസാരിക്കുന്നത്. കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് കള്ളത്തരം ന്യൂസ് ആയി കൊടുക്കില്ലെന്നാ എന്റെ മുഖത്ത് നോക്കി ചിലര് ചോദിച്ചത്. സത്യത്തിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയി. മീഡിയ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടാവും. അതിനെ പേടിച്ച് ഒളിച്ചിരിക്കാൻ പറ്റില്ല, ഫേസ് ചെയ്യാൻ വേണം. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്കുണ്ടായ നാണക്കേടൊന്നും ഇല്ലാതാവില്ലല്ലോ. പിന്നെ നമ്മളെ നാണം കെടുത്താൻ പോലീസുകാർക്ക് വിവരം കൊടുത്തത് ആ സഞ്ജയല്ലേ? ഇപ്പോഴും അവന് പൂർണിമയോടുള്ള പക തീർന്നിട്ടില്ല. സത്യം എന്നായാലും പുറത്തു വരും. അതിനാരെയും പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓരോരുത്തർ അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നേ. അതെ, നമ്മളെ തകർക്കാൻ സഞ്ജയ് ഒരിക്കലും ഒരു നുണക്കഥ പറയില്ലല്ലോ. നമുക്കൊരു തെറ്റുപറ്റി, അത് മനസ്സിലാക്കി തിരുത്തണം. ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരന്റെ കോടതിയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. അതെ,
ഇനി ഓരോ നീക്കത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഹാ ഇനിയിപ്പോ ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മോളിത് കൺഫേം ചെയ്യും. അബി, നീ ഉറങ്ങിയില്ലേ? രാത്രി വന്ന അതേ കിടപ്പ് തന്നെ കിടക്കാണല്ലോ. എന്താ അബി, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. അറിഞ്ഞോണ്ടല്ല ദുർഗേച്ചി, അവരെല്ലാം നിർബന്ധിച്ചപ്പോ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ. സാരമല്ല, പോട്ടെ. സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം. ഇല്ല ചേച്ചി, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കൂല. നിങ്ങൾക്ക് എവിടുന്ന് ഇതൊക്കെ കിട്ടുന്നത്? ആരാ ഇതൊക്കെ തരുന്നത്? എനിക്കതൊന്നും ശരിക്കും അറിയില്ല ചേച്ചി. കൂട്ടുകാർക്കറിയോ? അവരും എന്നെ പോലെ ഓരോ അവസ്ഥയിൽ പെട്ടു, ചതിയിൽ പെട്ടുമൊക്കെയാ ആദ്യമായിട്ട് ഉപയോഗിച്ച്. പിന്നെ പതിയെ പതിയെ അവരുടെ ആളാക്കി മാറ്റി. ഒരു തലമുറയെ നശിപ്പിക്കുന്ന വലിയ വിപത്താ ഇതൊക്കെ. അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും ഉപയോഗിച്ച അടിമയാക്കി മാറ്റാൻ ഈ നാശത്തിന് കഴിയും. ഒരു കണക്കിന് പിടിക്കപ്പെട്ടത് നന്നായി. എന്റെ അബി ഇതിന്ന് രക്ഷപ്പെട്ടല്ലോ. അബിയുടെ കൂട്ടുകാര് ഇതിൽ അടിമയായിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. പോയൊന്ന് കുളിച്ച് ഫ്രഷായി വാ, നമുക്കൊന്ന് പുറത്തു പോണം. എണീക്ക്, വാ. ജെഡി, ആ ജേർണലിസ്റ്റ് വിളിക്കുന്നുണ്ട്. അതാ ഞാൻ ഫോണും ഇങ്ങോട്ട് വന്നത്. ഒരു മിനിറ്റ്. ഹലോ, ഞാനൊരു ഇൻഫർമേഷൻ തരാനാ വിളിച്ചത്. പറഞ്ഞോളൂ. കോളേജുകളിലും മറ്റും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് എക്സ് എന്നൊരാളാണ്. അയാൾ മേനോന്റെ വലം കൈയാണ്.